നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 18. ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം 6. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ. കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെയാണ്? ചെറുകുടലിൽ. ചോള രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? തഞ്ചാവൂർ. കേരളത്തിൽ ഇപ്പോഴും ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മട്ടാഞ്ചേരി. അച്ചടി കണ്ടുപിടിച്ച രാജ്യം ചൈന. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ രചിച്ചത് ഡോക്ടർ എം വിശ്വേശ്വരയ്യ. മഞ്ഞ വിപ്ലവം സൂചിപ്പിക്കുന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. കൊങ്കൺ റെയിലിൻ്റെ ആകെ ദൂരം 760 കിലോമീറ്റർ. തപാൽ മേഖലയിൽ സ്പീഡ് പോസ്റ്റ് ഏർപ്പെടുത്തിയ വർഷം 1986. ഒരു ഫാദം എത്ര അടിയാണ്? 6. എന്താണ് ബ്ലൂ മൂൺ? ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണചന്ദ്രൻ. ജിപ്സം സിമൻറ്റിൽ ചേർക്കുന്നത് എന്തിനാണ്? സിമൻറ്റ് കട്ട പിടിക്കാതിരിക്കാൻ. കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അയണൈഡ്. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മാണു ബാക്ടീരിയ. ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ മലയാള കവി G. ശങ്കരക്കുറുപ്പ്. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി അഥവാ കമലാസുരയ്യ. വിലാസിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് MK മേനോൻ. എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ് എന്നീ അവാർഡുകൾ ലഭിച്ച കവി ONV കുറുപ്പ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ തിരൂർ. ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ചാണക്യൻ്റെ സംഭാവനകൾ ലഭിച്ച സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണം നടത്തിയ അറബ് ഗവർണർ മുഹമ്മദ് ബിൻ കാസിം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന കാലത്തെ വൈസ്രോയി ലോർഡ് ചേംസ്ഫോർഡ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവ് ഇബ്രാഹിം ലോധി. ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിച്ച രാജ്യം ഇന്ത്യ. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്തിൻ്റെ പേര് വീർഭൂമി. ബംഗാൾ ഗസറ്റ് തുടങ്ങിയ വർഷം 1780. ബംഗദർശന എന്ന മാസികയുടെ സ്ഥാപകൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ICS പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ടാഗോർ. ലീലാവതി എന്നറിയപ്പെട്ടിരുന്ന സിദ്ധാന്ത ശിരോമണിയുടെ കർത്താവ് ഭാസ്കരാചാര്യ. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത മേധാ പട്കർ. ഹർഷവർദ്ധന രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാങ് സാങ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 1988. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. മദർ ഇന്ത്യ ആരുടെ കൃതിയാണ്? കാതറിൻ മേയോ. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആദ്യത്തെ പേര് ഇംപീരിയൽ ബാങ്ക്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് ആഗേയ ഗ്രന്ഥി. ജ്ഞാനപീഠം മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ വനിത പ്രതിഭ റേ. ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷെ അൻസാരി. ആരുടെ കൃതിയാണ് ഇൻ ദ ലൈൻ ഓഫ് ഫയർ എ മെമ്മോറിയൽ? പർവേസ് മുഷറഫ്. ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? 126. വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു? സർവോദയ. ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ടി അനസാസ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെ. സത്യശോധക് സമാജത്തിൻ്റെ സ്ഥാപകൻ ജ്യോതിബ ഫൂലെ. ആലപ്പുഴ ജില്ല നിലവിൽ വന്ന വർഷം 1957 ഓഗസ്റ്റ് 17. ഗ്രീക്ക് രേഖകളിൽ പരാമർശിക്കുന്ന സാന്ദ്രാകോട്ടാസ് ഏത് ഭരണാധികാരിയാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. തായ്ലൻഡിൻ്റെ പഴയ പേര് സിയാം. കാശ്മീരിൽ ഷാലിമാർ ഉദ്യാനം നിർമ്മിച്ചതാര്? ജഹാംഗീർ.
വിദേശത്ത് ഇന്ത്യൻ മൂവർണ്ണക്കൊടി ഉയർത്തിയ ആദ്യ ഇന്ത്യൻ ലാല ഹർദയാൽ. ചിക്കുൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MRWHR ലംസ്ഡെയിൽ. മഹിളാ രാഷ്ട്രീയ സംഘം സ്ഥാപിച്ചതാര്? ലതിക ഘോഷ്. കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് AB വാജ്പേയി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാർ സിംല കരാർ. സ്ഥലനാമങ്ങളെക്കുറിച്ചുള്ള പഠനം ടോപ്പാനിമി. VV അയ്യപ്പൻ അറിയപ്പെടുന്നത് കോവിലൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ്. കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി VV ഗിരി. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ച സമ്മേളനം ബെൽഗാം സമ്മേളനം. ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന രാജ്യം സൊമാലിയ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഹിബാകുഷ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് ബ്രൂസ് സാബിൻ. എവിടെയാണ് കൊക്കക്കോള കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റ്. പ്രഥമ സൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ആര്? S. മാർക്ക്. തമിഴ് മഹിളയുടെ സംഗീതാലാപനം എന്ന ചിത്രം രചിച്ചത് KCS പണിക്കർ. ഏത് നദിയുടെ തീരത്താണ് ഹാരപ്പൻ നാഗരികത രൂപം കൊണ്ടത്? സിന്ധു നദി. ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകൾ ആണ്? ജെയിംസ് വാട്സൺ. ഏത് പർവ്വതത്തിന് തെക്കുള്ള ഭാഗത്തെയാണ് ദക്ഷിണ ഇന്ത്യ എന്ന് വിളിക്കുന്നത്? വിന്ധ്യ സത്പുര. G8 രാജ്യങ്ങളുടെ സംഘത്തിൽ ഏഷ്യയിൽ നിന്നുള്ള ഏക രാജ്യം ജപ്പാൻ. ശ്രീബുദ്ധൻ്റെ ജന്മദേശം ഏത് രാജ്യത്താണ്? നേപ്പാൾ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സുന്ദർലാൽ ബഹുഗുണ. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാഷ മലയാളം. ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. സൂര്യനിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഭാരതീയ ഭൗമശാസ്ത്രജ്ഞനായ വരാഹ മിഹിരൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ഗുപ്ത കാലഘട്ടം. പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായി കാണുന്ന മൂലകം ഹൈഡ്രജൻ. തുസുക്കി ബാബറി എന്നാൽ എന്ത്? ബാബറിൻ്റെ ആത്മകഥ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. കപ്പൽ മാർഗം ആദ്യമായി ഇന്ത്യയിൽ എത്തി കോളനി സ്ഥാപിച്ച പാശ്ചാത്യ ശക്തി പോർച്ചുഗൽ. ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത് CF ആൻഡ്രൂസ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ ശ്വസനാവയവം ത്വക്ക്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരനാഥ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ഏത് സമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ സമുദ്രം. ഇന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ തീവണ്ടി ആരംഭിച്ച വർഷം 1853. ഒസാമ ബിൻ ലാദൻ നേതൃത്വം നൽകിയ സംഘടന അൽ ഖ്വയ്ദ. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ വിൻസെൻ്റ് സ്മിത്ത്. മണ്ഡപത്തും വാതിൽ ഇതിന് തുല്യമായ ഇന്നത്തെ ഭരണഘടകം താലൂക്ക്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഡാർവിൻ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെ? കൊൽക്കത്ത. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്ത സമാജം ആര്യസമാജം. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ്. ഭാരതത്തിലെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.